ഹലോ ഫ്രണ്ട്സ്, എന്തല്ല മക്കളെ വർത്താനൊക്കെ? കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നാട്ടിൽ പോയി വന്ന് പെട്ടെന്ന് ഒരാവശ്യത്തിന് പോയതേനു. അപ്പം നമ്മൾ പോയി വന്നേക്ക് പിന്നെ റൂമൊക്കെ ഒന്ന് മാറി പോയപ്പോൾ റൂം നമ്മൾ ക്യാൻസൽ അടിച്ചിരുന്നു. അതിന് പിന്നെ ജോലി കിട്ടി. അപ്പോൾ അവിടെ പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് കണ്ടടുത്തേക്ക് തന്നെ റൂമിൽ തന്നെ വന്നിട്ടാണ്. അപ്പം ഇനി ഇവിടെയാണ് നമ്മൾ റൂം. ഇനിയിപ്പോൾ റൂമിലൊന്നുമില്ല, സാധനങ്ങളൊന്നുമില്ല. ഇന്നലെ ഞാൻ കുറച്ച് പോയി സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം വാങ്ങണം, അതിന് പോവുകയാണ്. വാതിലൊക്കെ പൂട്ടണ വെച്ചാലേ ഞാൻ ഇന്നലെ ഇവിടെ നമ്മൾ റൂം പറയുന്നുണ്ട് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് ഇതുണ്ടോ, അവിടുന്ന് ഞാൻ ബക്കറ്റും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ഞാനിവിടെ വെച്ചു. ഇക്ക വന്നിട്ട് വേസ്റ്റ് ഇട്ടോട്ടെ എന്ന് എഴുതിയിട്ട് ഞാനവിടെ വേസ്റ്റ് എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ വേസ്റ്റിൻ്റെ കൂടെ ബക്കറ്റൊക്കെ കൊണ്ടുപോയിക്കണം. അപ്പം ഇനി ചിലപ്പോൾ വാതിൽ പൂട്ടാതെ ഇറങ്ങിക്കണമെങ്കിൽ അത് ഇച്ചന്നെ പണിയേക്കാനും റൂമിലൊറ്റ സാധനങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇവിടെ വേസ്റ്റ് ഇങ്ങനെ എടുക്കാൻ വരും ഡെയിലി ആൾക്കാർ. അപ്പം ഇനി അതവേ ഒരു വേസ്റ്റാണെന്ന് കരുതി കൊണ്ടേതേ കരവല്ല പണ്ടും കാര്യമില്ല. അപ്പം നമ്മൾ വെള്ളം വാങ്ങാൻ പോവാണ്. റൂമിൽ വെള്ളമല്ല നോമ്പ് തുറക്കുമ്പത്തിന്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ പൈസ കേട്ടോ. ഇത് ഇവിടെ 5, നമ്മുടെ നാട്ടിൽ 1000 റുപ്യേൻ്റെ പവറാണ്. നാട്ടിലെ 1000 റുപ്യ ഉണ്ടാവും എന്തായാലും. നമുക്ക് പോയി വെള്ളം വാങ്ങി വരാം. ഇത് ഇവിടുത്തെ കുട്ടികളാണ്, പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ ഇവിടെ തൊള്ളിൽ എന്താ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അറബിയാണ് പറയണത്. ഒന്നാമത് അതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഈ നേരം ആയിക്കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്ന് ഭയങ്കര കയറുള്ളൂ. കാരണം അത്രയും കുട്ടികളാണ് പന്തളിച്ചാനും ഇതാക്കാനൊക്കെ ഉണ്ടാവില്ല കുട്ടികൾ. ഇതിവിടെ കണ്ടോ, അതേ നോമ്പായതുകൊണ്ട് ചോറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാട്ടോ. എല്ലാ റമദാനിനും ഉണ്ടാവും ഇവിടെ ചോറിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ. നമുക്ക് ഇതിലെങ്ങനെ പോകണം വെള്ളത്തിനും. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ, അൾട്രാ ഹോസ്പിറ്റലാണത്. വേട്ടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാം. ഭയങ്കര പൈസയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, രോഗം മാറട്ടെ. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമുക്കിവിടെ പോയി നോക്കാം വെള്ളത്തിന്. ആ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ ഇട്ട് വെള്ളത്തിന് കയറണ്ടേ. എന്നോട് കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പോയത്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ കമൻറ്റുകളൊക്കെ അറിയിക്കണേ. എന്താട്ടോ ഇവിടെ സൂപ്പർ മാർക്കറ്റ് താത്ത, പാവം താത്ത, കണ്ടിട്ട് തന്നെ എന്തോ മാതിരി തോന്നുന്നു. നമുക്ക് കയറേണ്ട സൂപ്പർ മാർക്കറ്റ് ഇതേനു. പക്ഷെ ഞാൻ കേട്ടോർത്ത് പയച്ചതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നുപോയി. നമുക്ക് വെള്ളമൊക്കെ കിട്ടിയിരിക്കണം. എൻ്റെ ഷോപ്പ് അങ്ങോട്ടാട്ടോ, കുറച്ച് അങ്ങോട്ട് പോകണം. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് അവിടെ നിന്ന് പറയാം വിശേഷങ്ങളൊക്കെ. കണ്ടോ, കുട്ടീനെയും പിടിച്ച് പോരുകയാണ് വെള്ളത്തിന്. ഇവിടെ നല്ല കാറ്റാ, നല്ല ചൂടും ഉണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ മാറി ചൂട് തുടങ്ങിയിരിക്കണ്. വെയിൽ നൈറ്റ് തന്നിട്ടില്ല. നല്ല തണുത്ത കാറ്റും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചൂടും വരുന്നുണ്ട്. വെസ്റ്റ് നമ്മളെ വെള്ളമൊക്കെ വാങ്ങി വന്ന് കണ്ടോ. ഈ ഇമ്മരപ്പടിമ അങ്ങനെ ഇരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ ഇമ്മരപ്പടിമ ഇരിക്കാൻ എന്തോ സുഖമല്ലേ. പക്ഷേ ഇവിടെ ഒന്നും വല്ലാതെ ഇരിക്കൂല. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ പോയപ്പോഴേ 5 ദിനാറ് കാണിച്ചെന്നില്ലേ ഇവിടുത്തെ പൈസ എന്ന് പറഞ്ഞാണ്ട്. ഇതാട്ടോ നമ്മളിവിടുത്തെ 1 ദിനാറ് ഉണ്ടോ, ഇതൊരു ദിനാറ്, ഇത് 100 വീൽസ് ഒക്കെ തന്നെ. ഇതിന് 2 പൈസ 3 പൈസകളും ചെയ്യത്തില്ല. ഇതിന് വലിയ പൈസ ഒക്കെ ഉണ്ട്, 10 ദിനാറ് അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ കയ്യിലില്ല. ഇവിടെ അധികം കയ്യിലാരും പൈസ വെക്കില്ല. ഇവിടെ ബെനിഫിറ്റാണ്. നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേ ഒക്കെ മാറി ഇവിടെ ബെനിഫിറ്റിലിടുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? വീഡിയോ ഒക്കെ കുറേ എടുത്ത് വെച്ചിരുന്നു. നാട്ടിൽ പോയ വീഡിയോകളൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇടാനൊരു മടിയാണ്. അപ്പോൾ കുറേ എടുത്തേക്കണം വീഡിയോ. ഇങ്ങനെ
ഇവിടുന്ന് ബഹ്റൈൻ കയറി അബുദാബിയിൽ ഇറങ്ങണമെന്നും അബുദാബിയിൽ നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി കോഴിക്കോട് ഇറങ്ങണതൊക്കെ എടുത്തേക്കണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടാനാണ് പാട്. അപ്പോൾ ഇനി ഞാനിങ്ങനെ എഴുതി വേണ്ട വേറെ വീഡിയോ എടുത്തിടാന്നൊക്കെ. അപ്പോൾ നോമ്പൊക്കെ കഴിയാനായി. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ 27 നിങ്ങളവിടെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കും നിങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.